എനിക്ക് വല്ലാത്ത ടെൻഷനാണ് ബേബിക്കുട്ട. ആളുകൾ എന്റെ സിനിമ എങ്ങനെ സ്വീകരിക്കും എന്നൊക്കെയുള്ള. എന്തായാലും ആക്ടിനോട് ജനങ്ങൾ വിധിയെഴുതും. ഭയപ്പെട്ടിട്ട് എന്ത് കാര്യം? കണ്ടില്ലേ? ബ്ലാസ്റ്റാണ്, തിയേറ്റർ മൊത്തം കത്തി. രോമാഞ്ചിഫിക്കേഷൻ സൂപ്പർ ആയിട്ട് വെറുതെ പറയാനൊന്നും ആയിരിക്കരുത്. വണ്ടർഫുൾ. രോമാഞ്ചിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഇന്ത്യക്കാരനും നമ്മൾ കണ്ടിരിക്കണം. അത്രക്കും കിടിലൻ പടമാണ്. ഒരു 5 കൊല്ലം അപ്പുറം ഇതുപോലെ ഒരു മാസ് സിനിമ ഞാൻ കണ്ടിട്ടില്ല. നമ്മളെ ഇന്ത്യൻ രാഷ്ട്രീയം എന്താണോ അത് തുറന്നു കാണിച്ച വിജയ് അല്ലാതെ വേറൊരു നടൻ ചെയ്യില്ല. ഒരു ഫുൾ ഓളാണ്. രോമോ എഴുന്നേറ്റ് നൃത്തം കളിക്കാണ്. മോനെ സെൽവ, നമ്മുടെ പഴയ കളിക്കൂട്ടുകാരൻ റോമിംഗാ, ഇന്റർനാഷണൽ റോമിംഗ്. അത്രക്കും കിടിലൻ പടമാണ്. ഓരോ ഇന്ത്യക്കാരനും കാണണം. പട അടിപൊളി, ഒന്നും പറയാനില്ല. മോനെ രംഗച്ചേട്ടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. ഈ 3 മണിക്കൂർ പടം എങ്ങനെ എടുക്കണം എന്ന് വെച്ചാൽ ഇങ്ങനെ എടുക്കണം. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഓഡിയൻസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ പടം, ഫാൻസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ പടം. വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസേ ഉള്ളൂ. ഇതുകൂടി തീർന്നാ വംശനാശം. കുളമാക്കിയിട്ടേ ഇല്ല. എച്ച് വിനോദ് കറക്റ്റ് പെർഫെക്റ്റ് മീറ്റർ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ പ്രശ്നം കിടുക്കിയിട്ടുണ്ട്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? ജനനായകൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. ജന ടോർച്ചർ എന്നാണ് പറയുന്നത്. ഭയങ്കര ദ്രോഹം, ജനദ്രോഹമായി പോയി. ഉറക്കം വരുന്നു. തമിഴ്നാടിന്റെ ആകാശത്തൂടെ റോക്കറ്റ്, ഹെലികോപ്റ്റർ, ടിപ്പിക്കൽ വിജയ് പടത്തിൽ കുറച്ച് രാഷ്ട്രീയം കയറ്റി, അത്രേ ഉള്ളൂ. ഒന്നുമില്ല, വെറും നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ലോജിക്ക് മാറ്റി വെച്ചിട്ട് ഇഷ്ടപ്പെടും. ലോജിക്ക് മാറ്റി വെച്ചിട്ട് കണ്ടാൽ ലോജിക്ക് മാറ്റുന്ന ഒരു പരിധി വേണ്ടേ? ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ജനനായകൻ ഇത് കണിയല്ല കെണിയാ. ലാസ്റ്റ് ഡാൻസ് നല്ലൊരു വൺ ലാസ്റ്റ് കാട്ടവരാതം ആക്കി തന്നെ തന്നിട്ടുണ്ട്. സീൻ ബൈ സീൻ, ഷോട്ട് ബൈ ഷോട്ട് വൻ അവരാതം. അവരാതത്തിന്റെ ഈറും കളി, കോമാളിത്തരത്തിന്റെ അങ്ങേ. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അപ്പൊ ഈ പടം എച്ച് വിനോദാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. പുള്ളി ഡമ്മി പീസാ. ആര് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഒരു ഫോമാറ്റ് ഉണ്ട്, ഇതിന്റെ ഉദ്ദേശമുണ്ട്, ഇതിന്റെ പ്രൊപ്പഗാൻഡ ഉണ്ട്. അത് വെച്ചെടുത്തിരിക്കുന്ന സിനിമ തുടക്കം മുതൽ ഒടുക്കം വരെ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൂവുക അത്ര. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ മലങ്കൾട്ടായിട്ട് ഇത് കണ്ടങ്ങ് ചിരിച്ച്, കോമാളി തന്നെ ഉണ്ടെങ്കിൽ ചിരിച്ച്. അപ്പൊ പിന്നെ മമിതയുടെ ഈ പേടിക്കലും ക്യൂട്ട്നെസ്സും, പിന്നെ ഒരു മൊണ്ണേഷ് കുമാർ, ഒരു കാമുകൻ, അതിന്റെ പരിപാടി, പിന്നെ പാസം. തിയേറ്ററിലെ സീറ്റുകളെല്ലാം കുത്തി കീറുക. അപ്പൊ മമിതയുടെ വെറുപ്പിക്കലൊരു ഭാഗത്ത് അണ്ണൻ ത്രൂ ഔട്ട് ഉണ്ട്. അണ്ണൻ ഇടയ്ക്കിടയ്ക്ക് മറ്റേ സാധനമല്ലോ കഴുത്തു ഉളുക്കുന്നത്, അത് ഇടയ്ക്കിടയ്ക്ക്. എവിടെന്നെങ്കിലും ഒരു വാടക കൊലയാളി കിട്ടുമോ മാഷെ? അവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ. പിന്നെ ബബിൾഗം ചവയ്ക്കലും പരിപാടി ഇപ്രാവശ്യം ഉണ്ടായില്ല. മറ്റേ ഇതും ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല. പിന്നെ ഐ ആം വെയിറ്റിംഗിന് വരെ ഐ ആം കമ്മിങ് ആണ്. ഇല്ല മാറ്റം. അത്രയും മോശം, ടെക്നിക്കലി മോശപ്പെട്ടൊരു സിനിമ, അത്രയും മോശം. അതിൽ തന്നെ VFX എടുത്തു പറയണം. എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? ക്രിയേറ്റഡ് വീഡിയോസ് അല്ലെങ്കിൽ വീഡിയോ ഗെയിംസ്, ക്ലൈമാക്സിലെ കാണാം സൈഫൈയെ പോലെ റോബോട്ട്സും യന്ത്രന്മാരൊക്കെ വന്നിട്ട് പറക്കുന്ന ഡ്രോൺസ്, എന്തൊക്കെയോ ലാസ്റ്റിൽ തരമണിക്കൂറൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കാണേണ്ട പരിപാടികളാണ്. പറഞ്ഞതുപോലെ ചെയ്യാവൂ. കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോയെന്തിന്? അത് മൊത്തത്തില് ഇദ്ദേഹം റിയൽ ലൈഫിൽ സ്റ്റേജിൽ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ, പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ സിനിമയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു പച്ചക്കാട്ടവരാണ്. അതെന്നാ വർത്താനം ഇടാൻ പറഞ്ഞു വെച്ചു പോയെ. ഇലക്ഷന് മുമ്പ് ഇറക്കിയിരുന്നെങ്കിൽ വിജയ്ക്ക് ആൾക്കാർ പോലും വോട്ട് ചെയ്യില്ലായിരുന്നു. കാരണം ഈ പടം കണ്ട് അത്രയ്ക്ക് ദേഷ്യം വന്നത്. ഇപ്പൊ ഇറക്കിയതുകൊണ്ട് രക്ഷപ്പെട്ടു. കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. അപ്പോ ഇത്രയൊരു കോൺഫിഡൻസ് ലെവല് വെച്ചുള്ള പരിപാടി, അതായത് വൺ ലാസ്റ്റ് ഡാൻസോടെ അവസാന സിനിമയായിട്ട് തന്നെ സിനിമ ഇറക്കി. മുതലെടുക്കണേണ സജി കൊതിയുണ്ടാടാ. ഇലക്ഷന് മത്സരിച്ച് ജയിച്ച് CM ആയി എന്നിട്ട് ഈ സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത് അതൊരു മരണമാസം സംഭവം തന്നെയാണ്. നിന്റെ മുമ്പില് ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ, നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ട്. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.